രാജ്യത്തെ തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. നായ്ക്കളെ പിടികൂടി മാറ്റുന്നതിനും വന്ധ്യീകരണത്തിനും സ്വീകരിച്ച നടപടിയെ വിശദീകരിക്കാൻ സംസ്ഥാനങ്ങളോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ബൽറാം നെടുങ്ങാടി അപ്ഡേറ്റ് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാജ്യത്തെ തെരുവുനായ പ്രശ്നം ഇന്ന് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തുകയാണ്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഇത് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത ഒരു കേസാണ്. നേരത്തെ സുപ്രീം കോടതി എടുത്ത വിവാദ ഉത്തരവ് അത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു സ്വമേധയാ ഈ വിഷയത്തിൽ സുപ്രീം കോടതി കേസെടുത്തതും. തുടർന്ന് സംസ്ഥാനങ്ങൾക്ക് ഈ തെരുവുനായ പ്രശ്നം പരിഹരിക്കാനായി തെരുവുനായ്ക്കളെ പിടികൂടി മാറ്റുന്നതിനും വന്ധ്യീകരണത്തിനും സ്വീകരിച്ച നടപടികൾ എന്തെല്ലാം എന്നതടക്കമുള്ള വിശദാംശങ്ങൾ വിശദമായി തന്നെ അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ. ഇതനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ വിവിധ സംസ്ഥാനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ സുപ്രീം കോടതി ഇന്ന് പരിശോധിക്കും. കേരളം ഈ വിഷയത്തിൽ പ്രായോഗികമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വലിയ എണ്ണം തെരുവുനായ്ക്കളെ പിടികൂടി മാറ്റുന്നതിന് സ്ഥലം കണ്ടെത്തുന്നതിന് അടക്കമുള്ള വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയരുന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളും സമാനമായി തന്നെ വലിയ തോതിലുള്ള തെരുവുനായ ശല്യം രാജ്യത്തെ വിവിധ മേഖലകളിൽ നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പല സംസ്ഥാനങ്ങളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുക. എന്താണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ തീരുമാനിക്കുക എന്നുള്ളത് ഏറെ നിർണായകമാകും. എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.